ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കാരാവടയുടെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാരാവടയാണ്. എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. കുറഞ്ഞ സമയം മതി. അതായത് ചായയൊക്കെ നമ്മൾ ഉണ്ടാക്കാനായിട്ട് കിച്ചണിലേക്ക് വൈകിട്ട് വരുന്ന സമയത്ത്, ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ ആണല്ലോ, കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വൈകുന്നേരം നമ്മൾ എന്തായാലും ചെയ്ത് കൊടുത്ത് അവർ കഴിക്കാറുണ്ടല്ലോ. അങ്ങനെയൊക്കെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു കാരാവടയുടെ റെസിപ്പി ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ദോശമാവും ഇഡ്ഡലി മാവോ ഒക്കെ ബാക്കിയിരിക്കുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഡലിയുടെ മാവോ ദോശയുടെ മാവോ ഏതായാലും കുഴപ്പമില്ല. പക്ഷെ മാവ് ഒരുപാട് ലൂസി ആ ഒരു ടെക്സ്ചറിൽ ഇല്ലാതെ നമ്മുടെ ഫ്രിഡ്ജിൽ രാവിലത്തെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കട്ടിയുള്ള നല്ല ദോശമാവൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വൈകുന്നേരം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വൈകിട്ട് നമ്മൾ സ്നാക്കിന് വേണ്ടിയിട്ട് പുതിയ റെസിപ്പിക്കോ അല്ലെങ്കിൽ വേറെ ഒന്നിനും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ചൂടാക്കി എടുക്കുക. വെളിച്ചെണ്ണ ഒരിക്കലും ഒട്ടും കൂടി പോകരുത് കേട്ടോ. 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ അത്ര മാത്രം മതി. ഇനി ഇതിലേക്ക് ഒരല്പം കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കുക. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് ഉഴുന്ന് പരിപ്പുണ്ടല്ലോ, ഇഡലിക്കും ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന ആ ഉഴുന്ന് പരിപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരു ഉഴുന്ന് പരിപ്പ് ഇതിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളിങ്ങനെ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അതവിടെ കിടന്ന് മൂത്ത് വരട്ടെ. നമുക്ക് പാനിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി പേസ്റ്റോ അല്ലെങ്കിൽ നന്നായിട്ട് ചതച്ചെടുത്തതായാലും മതി, കറിവേപ്പില, പച്ചമുളക്, സവോള ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ എല്ലാം കൂടി. എന്നിട്ട് മുരിഞ്ഞ് വന്നിരിക്കുന്ന ഉഴുന്നിലേക്കും കടുകിലേക്കും കൂടി ചേർത്ത് ഒരല്പം കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒരുപാട് മുരിഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല, ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇത്രയും മതി. ഇനി ഗ്യാസ് ഓഫാക്കി ഒരു 2-3 മിനിറ്റ് ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുമ്പോഴേക്കും തണുത്ത് വന്നോളും. അപ്പോൾ ഇതുപോലെ ദോശ രാവിലെ ചുട്ടതിൻ്റെ ബാറ്റർ ബാക്കി ഫ്രിഡ്ജിലിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരല്പം ചതച്ച മുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഈ മാവിന് ഒരു ചെറിയൊരു ബൈൻഡിങ് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ, അതായത് നമ്മൾ എടുക്കുന്ന ദോശമാവിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്, ഇപ്പോൾ ഇത്രയും മാവല്ലേ ഉള്ളൂ, അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരുപാട് മിക്സിങ്ങിൻ്റെ ആവശ്യമില്ല, എല്ലാം ഒന്ന് ചേർന്ന് കിട്ടിയാൽ മതി. കൈ വെച്ചൊന്നും ഒരുപാട് നേരം മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഓയിൽ ചൂടാക്കിയിട്ട് ഇതുപോലെ സ്പൂണിൽ കോരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഉഴുന്നിൻ്റെ ആ ഒരു മിക്സൊക്കെ വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരും കേട്ടോ. ഓയിലിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ ഭയങ്കര ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ അകത്ത് വേവാതെ വരും. ഉഴുന്നുവടയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് മോഡറേറ്റ് ചെയ്ത് വെച്ച് അകമൊക്കെ നന്നായിട്ട് വെന്ത് വരാനായിട്ട് അനുവദിക്കണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, കുറച്ച് സമയം എടുത്തിട്ട് തന്നെയാണ് റെഡിയാക്കി എടുത്തത്. പിന്നെ രണ്ടാമത്തെ ബാച്ചും കൂടി ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ കോരിയെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചമ്മന്തിയുടെ കൂടെ കഴിക്കാനും അതല്ലെങ്കിൽ ടൊമാറ്റോ ചമ്മന്തിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയ ടൊമാറ്റോ ചമ്മന്തി എന്ന് പറഞ്ഞാൽ ടൊമാറ്റോയും 2 ചെറിയ ഉള്ളി, കുറച്ച് മുളക് പൊടി, ഉപ്പ്, വിനീഗർ ഇത്രയും കൂടി ചേർത്തിട്ട് നമ്മൾ ഈ ബജിക്കൊക്കെ കഴിക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ, നല്ല സൂപ്പർ മാച്ചും സൂപ്പർ ടേസ്റ്റിയാണ്. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കാൻ വേണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.